أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ألف الألف نظام مده على العالي عال أول السطور بسم الله بدء القال قال لا إله محمد رسول الله. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഉസ്മാൻ ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മൾ ക്ഷണിച്ചപ്പോൾ പ്രസിഡന്റ് എത്തിയിട്ടില്ലായിരുന്നു. വരും. ബഹുമാനപ്പെട്ട സി മുഹമ്മദ് കുഞ്ഞ് ഹാജി അവറുകൾ, അള്ളാങ്കുളം മഹല്ല് പ്രസിഡന്റ്, ഈ മഹത്തായ സംഗമത്തിന് സ്വാഗതം ആശംസിച്ച ദർസ് വിദ്യാർത്ഥി സജ്ജാദ്, ഇവിടെ ആശംസാ പ്രസംഗം അർപ്പിച്ച ഇബ്രാഹിമാസ്, വേദിയെ ധന്യമാക്കുന്ന സലാം സിനാൻ, അതേപോലെ തന്നെ ആശംസ അർപ്പിച്ച ആയിച്ചേരി മുഹമ്മദ് കുഞ്ഞി സാഹിബ്, മറ്റു സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ദർസ് വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിവിടെ സംഗമിച്ചത് മിഅ്റാജ് പ്രഭാഷണവും അസ്മാഉൽ ഹുസ്ന പ്രാർത്ഥനാ സംഘവുമാണ്.
വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാഇന്റെയും മിഅ്റാജും നടന്ന രാത്രിയാണ് ഇന്ന്. മിഅ്റാജിന്റെ രാവാണ്. അതുകൊണ്ട് ഈ രാവിൽ തന്നെ ഈ സംഗമം, ഈ അനുസ്മരണ വേദി നടക്കുമ്പോൾ അതിന് വലിയ പുണ്യം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമാപനത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ 99 നാമങ്ങൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ചർച്ച ചെയ്യുന്ന വേദിയിൽ അള്ളാഹുവിന്റെ നാമങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വേദിയുടെ സദസ്സിന്റെ മഹത്വം നമ്മൾ എത്രയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി യാതൊരു അറ്റവുമില്ലാത്ത നിലക്കുള്ള മഹത്വം ഉള്ള ഒരു മജ്ലിസിലാണ് നമ്മൾ ഓരോരുത്തരും സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ മഹാത്മ്യം പൂർണ്ണമായി കരസ്ഥമാക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പ്രഥമ പരിപാടിയാണിത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മള് മദ്രസ കഴിഞ്ഞുപോയ വിദ്യാർത്ഥികൾക്കൊരു വേദി ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അതിനുള്ള അവസരങ്ങൾ ഇന്ന് ശാസ്ത്രീയമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും എല്ലാ പിന്തുണയും നമ്മുടെ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ മഹല്ലിൽ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചത്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ തൊട്ടടുത്ത മഹല്ലുകളൊക്കെ ഈ ദർസ് സമ്പ്രദായത്തിലേക്ക് വളരെ കുലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കള് മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ അവരൊരു പ്രത്യേകമായ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഒരു ബോധം അവരുടെ മനോമുഖരങ്ങളിലേക്ക് ആവാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അരമണിക്കൂർ ഒരു വിദ്യാർത്ഥിയെ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ഉപദേശങ്ങൾ പറഞ്ഞവന്റെ മനസ്സിലേക്ക് ഫലിപ്പിക്കാൻ നമുക്ക് കഴിയും. കാരണം ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ രാത്രിയിലുള്ള, എനിക്ക് കഴിഞ്ഞ വർഷം 2 നേരവും മദ്രസ ഉണ്ടായിരുന്നു. അത് ഒരു നേരം കട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ അതിനു വേണ്ടി ഒരാൾക്ക് 4000 രൂപ നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നേരത്തെ മദ്രസ കട്ട് ചെയ്തിട്ട് ദർസിലേക്ക്, ആ ദർസ് നടത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കമ്മിറ്റി ആലോചിക്കുകയും അതിന്റെ പേരിലാണ് നമ്മുടെ ദർസ് അൽഹംദുലില്ലാഹ് സജീവമായി നടന്നു വരുന്നത്. ഇപ്പൊ 11 വിദ്യാർത്ഥികളുണ്ട്. അവർ ചിലരൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ലീവാവുന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് കഴിവതും റാഹത്തായി നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരോടും രക്ഷിതാക്കളോടും ഞാൻ പറയുന്നു, നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ മദ്രസ കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും അല്ലാഹു നമുക്ക് വിധി തന്നെങ്കിൽ, ഇത് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയ മഹാ അത്ഭുതമാണ് ഇസ്റാഉം മിഅ്റാജും എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ റജബ് മാസം സമാഗതമാകുന്നതോടുകൂടി നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മൾ റജബിലും ശഅബാനിലും ബർക്കത്തിനെ ചോദിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിൽ ആ റമദാനെ നമ്മൾ വരവേൽക്കാനുള്ള അള്ളാഹുവിനോടുള്ള ചോദ്യം നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹീതമായ റജബ് മാസം, ഈ റജബ് മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അല്ലാഹു തആല ആദരിച്ച മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാസമാണ് റജബ് മാസം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം നബി തങ്ങൾ അനാഥനായിട്ടാണ് വളർന്നത്. വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി സൂചിപ്പിക്കുന്നുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയെ, അലം യജിദ്ക, അങ്ങയെ നാം യതീമായിട്ട് കാണുകയും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം യജിദ്ക യതീമാ, അങ്ങയെ നാം യതീമായിട്ട് എത്തിക്കുകയും, ഫആവാ, അങ്ങക്ക് നാം അഭയം നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായിരുന്നു. ആ യതീമായ നബി തങ്ങൾക്ക് അത് ഖുർആൻ പറയുന്നുണ്ട്, അലം യജിദ്ക യതീമാ, അങ്ങയെ നാം യതീമായിട്ട് എത്തിച്ചു, യതീമായിട്ട് അങ്ങയെ നാം കണ്ടു, എന്നിട്ടോ അങ്ങക്ക് നാം അഭയം നൽകി. വവജദക ളാല്ലം ഫഹദാ, അങ്ങയെ നാം വഴി കാണിക്കാത്തവനായി എത്തിക്കുകയും, ഫഹദാ, അങ്ങേക്ക് നാം നല്ല വഴി കാണിച്ചു തരുകയും ചെയ്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വവജദക ആയിലം ഫഅഗ്നാ, അങ്ങ് സാമ്പത്തികമായി വളരെ പരാധീനതയുള്ള ആളായിരുന്നു. ഫഅഗ്നാ, അങ്ങയെ നാം സമ്പന്നനാക്കി. അല്ലാഹു പറയുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഒരു ഘട്ടത്തിലും അല്ലാഹു തആല നബി തങ്ങളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. ഇവിടെ ഞാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമുക്ക് കുറെ ഇതിന്റെ വിശദീകരണങ്ങളുണ്ട്, കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം ഇസ്രാ മിഅ്റാജിനെ പറ്റിയുള്ള ഒരു ഗഹനമായ പ്രഭാഷണങ്ങളിൽ ഗഹനമായിരിക്കുന്ന ഒരു പഠനം, യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അനുസ്മരണങ്ങള് എവിടൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ വിഷയം വെച്ച് നടക്കുന്നുണ്ടെങ്കിലും മഹല്ലുകളിലൊക്കെ ഇതൊരു പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുന്ന വേദികൾ നന്നെ കുറവാണ്. അതുകൊണ്ട് തീർച്ചയായും ഹബീബിന്റെ ഈ യാത്രയെ സംബന്ധിച്ച് നമുക്കൊന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ഒരു ഘട്ടത്തിലും കൈവിട്ടിട്ടില്ല. നബിയുടെ ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് 52-ാമത്തെ വയസ്സിലാണ് ഈ അത്ഭുതമായ യാത്ര, അല്ലാഹു തആല നബിയെ അത്ഭുതമായ യാത്രയ്ക്ക് വേണ്ടി നബിയെ സന്നദ്ധമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വളരെ ഒരു ആപൽ, അല്ലെങ്കിൽ നബിയുടെ ജീവിതത്തിലുണ്ടായ സങ്കീർണമായ ഒരു ഘട്ടമായിരുന്നു അവിടുത്തെ ഭാര്യയായ മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ലോകത്തോടുള്ള ആ ഖദീജ ബീബി ലോകത്തോട് വിടവാങ്ങിയത്. അത് പ്രവാചക തിരുമേനിക്ക് വളരെ ദുഃഖമുണ്ടാക്കി. കാരണമെന്തേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയമുള്ളവരെ, ഹിറാ ഗുഹയിൽ നിന്ന് നബി തങ്ങൾക്ക് ഇഖ്റഇന്റെ ആദ്യ വചനം അല്ലാഹു തആല നബി തങ്ങൾക്ക് ജിബ്രീൽ മാലാക മുഖേന ഓതിക്കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നടങ്ങുന്ന പരിശുദ്ധമായ വചനങ്ങള് ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായപ്പോ നബിതങ്ങൾ പേടിച്ചു വിറച്ച സംഭവം നമുക്കൊക്കെ അറിയാം. നബിതങ്ങൾ നേരെ പേടിച്ച് വിറച്ചുകൊണ്ട് ഭയവിഹ്വലനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട്ടിലേക്ക് വന്നു. സമ്മിലൂനി, എന്നെ പുതപ്പിക്കൂ ഖദീജ, സമ്മിലൂനി എന്ന് പറഞ്ഞിട്ടാണ് നബിതങ്ങൾ വന്നത്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പേടിച്ച് വിറച്ചുകൊണ്ടാണ്. കാരണം ആദ്യമായിട്ട് ഈ പ്രവാചകന്മാർക്ക് വഹ്യ് വരിക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവമാണ്. ഹദീസിൽ കാണാം, മിസ്ല സൽസലത്തുൽ ജറസി, കുഠമണിയുടെ ശബ്ദമായിരുന്നു ഈ വഹ്യ് വരുന്ന സമയത്തുണ്ടായിരുന്നത്. അതല്ല, ഒരു തേനീച്ചയുടെ മൂളൽ പോലെയുള്ള ശബ്ദമാണ് വഹ്യിന്റെ അവതരണ സമയത്ത് അനുഭവപ്പെട്ടിരുന്നത് എന്നൊക്കെ പ്രിയമുള്ളവരെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ വഹ്യിനെ
ഈ അള്ളാഹുവിൽ നിന്നുള്ള വരുന്ന ഈ വഹ്യിനെ ഏറ്റെടുക്കാൻ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരനുഭവമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവപ്പെട്ട ആദ്യ അനുഭവം തന്നെ പ്രിയമുള്ളവരെ അത് വളരെ ഭയവിഹ്വലമായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞത്, സമ്മിലൂനി ഖദീജ. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വന്നപ്പോ ഖദീജ ബീവി നബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹ്. ഖദീജ ബീവി നബി തങ്ങളോട് പറയാണ്, നബിയെ അള്ളാഹുവിനെ തന്നെ സത്യം, ലാ യുഖ്സികല്ലാഹ്, അള്ളാഹു അങ്ങയെ വെറുതെ കൈവിടുകയില്ല നബിയെ, അള്ളാഹു അങ്ങയെ വെറുതെയാക്കുകയില്ല നബിയെ. ആരാണ് പറയുന്നത്? പ്രിയമുള്ളവരെ, വളരെ അസന്നിഗ്ധമായ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് വന്ന സന്ദർഭത്തിലാണ് നബി തങ്ങളുടെ ഭാര്യ പറയുകയാണ്, ഇന്നക ലാ യുഖ്സികല്ലാഹു അബദാ, അള്ളാഹു ഒരിക്കലും നബിയെ അങ്ങയെ കൈവിടുകയില്ല. എന്തേ കാരണം? ഇന്നക ലതസിലുർ റഹ്മ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് നബിയെ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് നബിയെ. തസ്തുഖുൽ ഹദീസ്, അങ്ങ് സത്യം പറയുന്നവരാണ് നബിയെ, അങ്ങ് നാവ് കൊണ്ട് സത്യം പറയുന്നവരാണ്, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് എന്ന് മാത്രമല്ല, ഖദീജ ബിബി പറയുന്നു, തഹ്മിലുൽ കല്ല, അങ്ങ് അശക്തരായ ആളുകളെ ഏറ്റെടുക്കുന്നവരാണ്. അത് വല്ലാത്ത പ്രയോഗമാണത്. അശക്തരായ ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നല്ല പറഞ്ഞത്, അവരെ ഏറ്റെടുക്കുന്നവരാണ് നബിയെ. അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യും. ഒരാൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ സഹധർമ്മണി ഖദീജ ബീവി പറയുകയാണ്, അള്ളാഹു അങ്ങയെ കൈവിടുകയില്ല നബിയെ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് നബിയെ, അങ്ങ് നാവ് കൊണ്ട് സത്യം പറയുന്നവരാണ് നബിയെ. ജീവിതത്തിൽ പ്രവാചക തിരുമേനി ഒരിക്കലും അവിടുത്തെ വിശുദ്ധമായ നാവ് കൊണ്ട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തഹ്മിലുൽ കല്ല, അങ്ങ് അശക്തരായ ആളുകളെ ഏറ്റെടുക്കുന്നവരാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങ് അള്ളാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കുന്നത് ആരാ? ഒരു ഭാര്യയാണ്. അപ്പൊ ഭാര്യയുടെ ആ നിലയും നിലപാടും നിങ്ങളും ചിന്തിച്ചു നോക്ക്. നമ്മളൊരു ടെൻഷൻ അടിച്ച് വന്നാൽ ഭാര്യമാരുടെ ഭാഗത്ത് ഇങ്ങനത്തെ വർത്താനം ഉണ്ടാവോ? ഉണ്ടാവൂല ഇല്ലേ? അല്ലെ, ചിലപ്പോ ടെൻഷൻ കൂട്ടും അല്ലേ? എന്നാൽ ഖദീജ ബീവി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ നിലക്കും സ്വാന്തനത്തിന്റെ സമാശ്വാസത്തിന്റെ സുന്ദരമായ വചനങ്ങൾ നബിതങ്ങൾക്ക് ഉരുവിട്ട് കൊടുത്തിരുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ ഉടനീളം താങ്ങും തണലുമായി നിന്നിരുന്ന മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വേർപാട് നബിക്ക് വളരെ ദുഃഖമുണ്ടാക്കി. നബിക്ക് അങ്ങനെ വലിയ ദുഃഖം ഉണ്ടാവണമെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കണമല്ലോ ഖദീജ ബീവി. അതേപോലെ നബിയുടെ പിതൃവ്യനായ അബൂ താലിബിന്റെ പെട്ടെന്നുള്ള വേർപാട്, രണ്ടുപേരും ഒരു വർഷത്തിൽ അടുത്തടുത്ത സമയത്താണ് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഈ വർഷം അറിയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖവർഷം. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ പെട്ടെന്ന് ഭാര്യ മരിക്കും, ആ വർഷം തന്നെ ഒരുപക്ഷെ വാപ്പ മരിക്കും. അങ്ങനെ വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ചില വർഷങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും അബൂ താലിബ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനും മരണപ്പെട്ടപ്പോ നബി തങ്ങൾ വളരെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടിയാണ്. ഈ സമയത്താണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന വരുന്നത്. നബിയെ, അങ്ങയെ നാം ഒരു യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതമാണ്. ഇസ്രാഇന്റെയും മേറാജിന്റെയും സംഭവം നമ്മൾ വിശദീകരിക്കുമ്പോ ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതമാണ് ഈ സംഭവം. ഇസ്ലാമിക ചരിത്രം എന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ് പ്രവാചക തിരുമേനിയുടെ ഈ അത്ഭുതമായിരിക്കുന്ന യാത്ര. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ്. എന്താണ് പ്രിയമുള്ളവരെ ഇസ്രാ എന്ന് പറഞ്ഞാൽ? ഇന്നൊരു സഹോദരൻ രാവിലെ ചോദിച്ചു, ഉസ്താദെ, ഞങ്ങൾ മേറാജ് കേട്ടിട്ടുണ്ട്,
മിഅ്റാജ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇസ്ര എന്താണ് സംഭവമെന്നൊരു സഹോദരൻ ചോദിച്ചു. പ്രിയമുള്ളവരെ, ഇസ്ര എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ നിർവചനം ഒന്ന് പറയാം. ഇസ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മലയാള അർത്ഥം നിശാപ്രയാണമെന്നാണ്. രാത്രിയിലുള്ള സഞ്ചാരത്തിനാണ് ഇസ്ര എന്ന് പറയുന്നത്. രാത്രിയിൽ യാത്ര ചെയ്യുക, ഇതിനാണ് ഇസ്ര എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശരോഹണം, ആകാശത്തേക്ക് ഉയർന്ന് ആകാശത്തേക്കുള്ള യാത്ര, ആകാശത്തേക്കുള്ള യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അർത്ഥം എന്താണ്? ഇസ്ര എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബിതങ്ങൾ രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് നബിതങ്ങൾ യാത്ര പോയി. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ വഴി ഓരോ ആകാശങ്ങളും കടന്ന് അതാ സിദ്റത്തുൽ മുന്തഹയിലെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടം കടന്നുകൊണ്ടതാ ജഗനിയന്താവായ റബ്ബുമായിട്ട് മുലാഖാത്ത് നടത്തി സംഭാഷണം നടത്തുന്ന അനിവർജനീയമായ, നമ്മുടെ നാവുകളെ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത, നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്ഭുതമേ അത്ഭുതം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ അത്ഭുതമായ 2 സംഭവങ്ങൾ പ്രിയമുള്ളവരെ നമുക്കൊന്ന് പറയാം. ഇതിനെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാൻ, ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ അത്ഭുതമായ സംഭവങ്ങളെ വളരെ പരിഹസിച്ചവരുണ്ട്. ഓറിയന്റലിസ്റ്റുകളൊക്കെ നബിയുടെ ഈ പരിശുദ്ധമായ യാത്രയെ പരിഹസിച്ചവരാണ്. അവര് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളൊക്കെ ഈ യാത്രയെ സംബന്ധിച്ച് വളരെ പരിഹാസ്യമായ നിലയ്ക്ക് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ പോലും ചിലർക്ക് അടുത്ത കാലം വരെ, ഇപ്പൊ മാറിയിട്ടുണ്ട്, അടുത്ത കാലം വരെ ഇതൊരു സംശയം ഉണ്ടായിരുന്നു, ഉള്ളിലൊരു ചെറിയ സംശയം. അതാണ് ഖുർആൻ, മോനെ ഒരു സംശയവും വേണ്ട, സുബ്ഹാൻ എന്ന പദമിട്ടുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ ഒരാൾ പറയാണ്, തളിപ്പറമ്പിൽ ഒരു വണ്ടി മറിഞ്ഞ് അല്ലെങ്കിൽ ഒരു ബസ് മറിഞ്ഞ് ഒരുപാട് ആൾക്ക് പരിക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് പറയാം അവിടെ ഒരു വലിയ അപകടം, നമ്മൾ പെട്ടെന്ന് പറയും സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹി. അപകടം കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലണം. നമ്മളെ ചെല്ലാറില്ല. ഒരാൾ മരിച്ചെന്ന് കേട്ടാ ഒന്നാ എപ്പോഴാ മരിച്ചത്, എപ്പോഴാ മറവിയ, പറയേണ്ടി പറഞ്ഞിട്ടില്ല, അത് കാര്യമായിട്ടാണ് പറയും. ഒരാൾ മരിച്ചെന്ന് കേട്ടാൽ പടച്ചോനെ എപ്പോഴേ ഇപ്പത്, ഞാൻ ഇന്നലെയും കൂടി വർത്താനം പറഞ്ഞ ആളാണല്ലോ, ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒന്നും ഉണ്ടാവില്ല. അവിടെ നിന്നിട്ട് മൂപ്പര അങ്ങോട്ട് വലിയ ഹദീസ് അങ്ങോട്ട് അടിച്ചുവിടുകയാണ്. നിങ്ങൾക്കൊരു ബലാ വന്നാൽ ഫഖാലൂ, നിങ്ങൾ പറയണേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കെന്ത് അപകടങ്ങൾ ദുരന്തങ്ങൾ വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പറയണമെന്നാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ എന്ത് പറയും? ഒരു അത്ഭുതങ്ങൾ കേട്ട നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അല്ലാഹു പറയാണ് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാൻ, ഒരുത്തനെത്ര പരിശുദ്ധനാ, അല്ലാഹു എത്ര പരിശുദ്ധനാ, അല്ലാഹു എത്ര പരിശുദ്ധനാ. അല്ലദീ യസ്റാ, അവൻ രാത്രിയിൽ സഞ്ചരിപ്പിച്ചവനാണ്. അസ്റാ ബിഅബ്ദി, അവന്റെ അടിമയെ. അസ്റ, രാത്രിയിൽ സഞ്ചരിപ്പിച്ചു. അബ്ദി, അവന്റെ അടിമയെ. ഇവിടെ സ്വപ്നമല്ല ഇത്, ഒരാളുടെ ഉടലോട് കൂടിയുള്ള സഞ്ചാരത്തിനാണ്. സഞ്ചാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴാ അബ്ദെന്ന് പറയൽ ഒരാളുടെ ശരീരവും ജഡവും കൂടിയതാണ്. പ്രിയമുള്ളവരെ, ഒരാളുടെ റൂഹും ജസദും കൂടുമ്പോഴാണ് അബ്ദെന്ന് പറയുന്നത്. റൂഹും ജസദും കൂടുന്നതിനെ സംബന്ധിച്ചാണ് അബ്ദ് എന്ന് പറയുന്നത്. അപ്പൊ അസ്റാ ബി അബ്ദി,
അവന്റെ അടിമയെ സഞ്ചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് സ്വപ്നമല്ല. ഈ പരിശുദ്ധ യാത്രയെ സ്വപ്നമെന്ന് നിർവചിച്ചവർ അത്തരം ആളുകൾ കുറെ സ്വപ്നം കണ്ടിട്ട് അതിൽ നിന്ന് മാറിയവരാണ്. അള്ളാഹു അത്തരം ആളുകൾക്ക് സൽബുദ്ധി നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അസ്റാബി അബ്ദിഹി ലൈല, രാത്രിയിൽ. ഈ ലൈലെന്ന് പറഞ്ഞാൽ ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു രാത്രിയുടെ 4/1. ഇമാം സ്വാബി തങ്ങളൊക്കെ പറയുന്നുണ്ട് ഒന്നുകിൽ രാത്രിയുടെ 4/1 സമയം. അപ്പൊ രാത്രി ഒരു 8, ഉദാഹരണത്തിന് 8 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ, അതല്ല 3/1 സമയമാണ്. 3/1 സമയമാണെന്ന് പറഞ്ഞവരുണ്ട്. അതല്ല വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ സമയമാണെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും രാത്രിയുടെ അല്പസമയമാണ്, രാത്രിയുടെ അല്പസമയമാണ്. 7 ആകാശങ്ങൾ കടന്ന് അഖിലാണ്ട കടാഹങ്ങളെ മുഴുവനും സഞ്ചരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നായകൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതമായ യാത്രക്കെടുത്തത് പ്രിയമുള്ളവരെ രാത്രിയുടെ ഏതാനും സമയങ്ങളാ. അള്ളാഹുവിന്റെ റസൂൽ എന്നിട്ടോ ബാറക്ന, എവിടുന്ന്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. ബാറക്ന ഹൗല, ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിലെ 3 പള്ളികളാണ് വളരെ പ്രധാനപ്പെട്ടത്. 3 പള്ളികളിലേക്കാണ് തീർത്ഥാടനം അല്ലാഹു തആല അനുവദിച്ചിട്ടുള്ളത്. ഒരു സംശയം ചോദിച്ചോട്ടെ, സിയാറത്തിന് പോകാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാം തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ പള്ളി ഉദ്ദേശിച്ചാണ്. നാഗൂർ പള്ളി പോവാന്ന് പറഞ്ഞാൽ അവിടെ പള്ളിക്കലേക്കല്ല പോണ്, മക്കാമിലേക്കാണ്. കാരണം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടാ? ഒരാൾ പണ്ടൊരു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഭീമാപ്പള്ളി പോണത്, അല്ലെങ്കിൽ വേറെ ഏതൊരു പള്ളി കൊണ്ട് ആ പള്ളി പോണത്? അപ്പൊ തന്നെ അറിയാത്തൊരു പാവപ്പെട്ട, ശരിയാണ്, അതെന്താ പോകാൻ പാടില്ലേ? വേണ്ട, ആളെ പറ്റിക്കണത്. അപ്പൊ പള്ളി എന്നുള്ള നിലക്കല്ല, മനസ്സിലായിക്കോ, പള്ളി എന്നുള്ള നിലക്കല്ല നമ്മൾ പോകണം, പിന്നെ അവിടെ സിയാറത്ത് എന്നുള്ള നിലക്ക് പോവാം. പക്ഷേ പള്ളി എന്നുള്ള നിലക്ക് തീർത്ഥാടനം ഉദ്ദേശിച്ച് 3 പള്ളികളാ. അജ്മീർ പള്ളി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലും വള്ളംകുളം പള്ളി നിസ്കരിച്ചാലും കണക്കന്നെ. പക്ഷെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ അഖ്സയിലും മസ്ജിദുൽ നബവിയിലും വ്യത്യാസമുണ്ട്. പിന്നെ ജുമാഅത്ത് പള്ളിക്ക് പ്രത്യേക പുണ്യം കിട്ടോ നിസ്കാരപ്പള്ളിയേക്കാൾ. അതോട്ടാ. അപ്പൊ ഏതായാലും ശരി, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് ബാറക്കനാ ഹൗലദിന്റെ ചുറ്റും നമ്മൾ ബർക്കത്ത് ചെയ്തു. എന്തിനാണ് നബിയെ കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ പറയാം നമുക്ക്. നബി കണ്ടോക്കാണ്ട് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പൊ മനസ്സിലാവും. നബിയുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നാൽ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബിക്ക് അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വകദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യ വ്യവസ്ഥ ഇബ്രാഹിം നബിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു. അല്ലാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം നബിക്ക് ആകാശഭൂമികളുടെ ആധിപത്യ വ്യവസ്ഥയെ ഇബ്രാഹിം നബിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു. എന്നാൽ ഇബ്രാഹിം നബിക്ക് ആകാശഭൂമികളുടെ ആധിപത്യ വ്യവസ്ഥയാണ് കാണിച്ചു കൊടുത്തതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് ആകാശമെന്നില്ല, ഭൂമിയെന്നില്ല. മാലാകമാരുടെ അത്ഭുതങ്ങൾ, ആകാശത്തിന്റെ അത്ഭുതങ്ങൾ, ഭൂമിയുടെ അത്ഭുതങ്ങൾ, സ്വർഗത്തിന്റെ അത്ഭുതങ്ങൾ എന്ന് വേണ്ട, എന്തെല്ലാം അത്ഭുതങ്ങളാണ് അള്ളാഹു കാണിച്ചു കൊടുത്തത്. മലക്കുകൾക്ക് കടക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നബിതങ്ങൾ പോയി എന്നുള്ള അത്ഭുതം. ജിബിരിയിലൊക്കെ എന്ന് പറഞ്ഞാൽ 600 ചിറകുള്ള ജിബിരിയിൽ, സുബ്ഹാനല്ലാഹ്, പ്രകാശത്താൽ പടക്കപ്പെട്ട ജിബിരിൽ അലൈഹി ഇസ്ലാമൊക്കെ വരുന്നുണ്ട് നമ്മളെ വിഷയത്തിലേക്ക്. ജിബിരിൽ അങ്ങോട്ട് ചെന്നിട്ട് ജിബിരിൽ പറഞ്ഞു, ഞാനില്ല നബിയേ. കണ്ടോ, മാലാകമാര് കടന്നു ചെല്ലാത്ത സ്ഥലത്തേക്കാണ് ലോകത്തിന്റെ നായകൻ കടന്നു ചെന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇബ്രാഹിം നബിക്ക് അല്ലാഹു ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന് എന്തെന്നില്ലാത്ത അത്ഭുതങ്ങളാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് കവി പാടിയത്, ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി.
ഫാഖൻ നബിയീന, ഫാഖ നബിതങ്ങള് മേലെയാണ് അന്നബിയീന, മറ്റുള്ള മുഴുവൻ പ്രവാചകന്മാരെക്കാളും അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും അത്യുന്നതനാണ്. എങ്ങനെ? ഫാഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, നബിയുടെ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും എല്ലാ പ്രവാചകന്മാർക്കും വലിയ മഹത്തുണ്ട്. പക്ഷേ ഈ പ്രവാചകന്മാരെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് സൃഷ്ടിപ്പിൽ അത്ഭുതമാണ്, സ്വഭാവത്തിൽ നബിതങ്ങൾ അത്ഭുതമാണ്. മൂസാ നബിക്കൊരു പ്രത്യേക സ്വഭാവമാണെങ്കിൽ, യൂസുഫ് നബിക്കൊരു പ്രത്യേക സ്വഭാവമാണെങ്കിൽ, ഇബ്രാഹിം നബിക്കൊരു പ്രത്യേക സ്വഭാവമാണെങ്കിൽ, എല്ലാ പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളും സമ്മേളിച്ച നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരുടെ സ്വഭാവവും ലഭിച്ച നേതാവാണ് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് യാത്ര തുടങ്ങുകയാണ്. എവിടെന്നാണ് നബിതങ്ങൾ യാത്ര പുറപ്പെടുന്നത്? നബിതങ്ങൾ മക്കയിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. എവിടെന്നാണ്? നബിതങ്ങൾ പറയുന്നുണ്ട്, രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുമ്പോ എൻ്റെ വീട്ടിന്റെ ഉപരിഭാഗം തുറക്കപ്പെടുകയാണ്. എൻ്റെ വീട്ടിന്റെ ഉപരിഭാഗം തുറക്കപ്പെട്ടുകൊണ്ട് മഹാനായ ജിബ്രീൽ എന്ന മലക്ക്, ജിബ്രീൽ അതാ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മൾക്കറിയാം, ഉമ്മുഹാനി ബീവിയുടെ വീട്ടിൽ നിന്നാണ് നബിതങ്ങള്, നബിയുടെ പിതൃവ്യ പുത്രിയായ ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്നാണ് നബിതങ്ങൾ യാത്ര തുടങ്ങുന്നത്. അപ്പൊ ഒരു സംശയം, മസ്ജിദുൽ ഹറാമിൽ നിന്നാണല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട് അത് പള്ളിയുടെ സമീപത്തന്നായതുകൊണ്ട്, അതൊക്കെ പള്ളിയുടെ ഹുക്മിൽ പെടുന്നത് കൊണ്ട്, പ്രിയമുള്ളവരെ, ആ പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. നബിതങ്ങൾ ഈ യാത്രയെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഇമാമിയങ്ങള്, സ്വഹാബികൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഇസ്രാ മിഅ്റാജിന്റെ ഹദീസ് ആയതുകൊണ്ട് എന്തോ ഒരു താല്പര്യം അവരൊക്കെ കാണിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ ഹദീസ് ഒരുപാട് ആളുകളിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ മുത്തവാത്തിർ എന്ന് പറയും സാധാരണ ഹദീസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് നബിയുടെ യാത്രയെ സംബന്ധിച്ചോ ഒരാൾക്കും ഒരു സംശയമില്ലാത്ത നിലക്ക് സ്ഥിരപ്പെട്ട കാര്യവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഞാൻ വീട്ടിലുള്ള സമയത്ത് എൻ്റെ വീട്ടിന്റെ ഉപരിഭാഗം തുറക്കപ്പെടുകയാണ്. മാലാകമാരവിടേക്ക് കടന്നു വരികയാണ്. ജിബ്രീൽ മാലാക വരികയാണ്. ജിബ്രീൽ മാലാക വന്നുകൊണ്ട് അള്ളാഹു ഹബീബിന്റെ നെഞ്ചകം പിളർക്കുകയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാന്റെ നെഞ്ചു കീറുകയാണ്. ചെറുപ്പത്തിൽ ഹബീബിന്റെ നെഞ്ചു കീറിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാന്റെ നെഞ്ചു കീറിയിട്ട് സംസം വെള്ളം കൊണ്ട് പ്രവാചകന്റെ നെഞ്ചകം കഴുകി ശുദ്ധിയാക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരം പൂർവസ്ഥിതിയിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സമയത്ത് റസൂലുള്ളാന്റെ നെഞ്ചു കീറിയത് അള്ളാഹുവിന്റെ അടുത്തേക്കാണ് പുറപ്പെടുന്നത്. എവിടേക്കാണ് യാത്രയെന്നറിയോ? അൽ ഹബീബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ഹബീബിന്റെ യാത്ര. ആരാണ് യാത്ര പോകുന്നത്? അത് ഹബീബായ നബി തങ്ങളാണ്. എവിടേക്കാണ് യാത്ര പോകുന്നത്? അത് പരിശുദ്ധനാഥന്റെ സവിധത്തിലേക്കാണ്. അതുകൊണ്ട് അങ്ങനെയും മഹാന്മാരായ പണ്ഡിതന്മാര് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ നെഞ്ചു കീറുന്നു. നെഞ്ചു കീറിയിട്ട് എന്റെ നെഞ്ചില് ഇൽമും ഹിക്മത്തും നിറക്കുകയാണ്. എങ്ങനെയാ റസൂലുള്ളാന്റെ നെഞ്ചില് ഇൽമും ഹിക്മത്തും നിറച്ചത്? അതെന്തോ ഒരു സാധനമാണോ? മഹാന്മാരതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇമാം ഖസ്തല്ലാനി തങ്ങൾ പറയുന്നു, ഇൽമും ഹിക്മത്തും നിറച്ചു എന്ന് പറഞ്ഞാൽ അത് ആവാഹിച്ചെടുക്കാനുള്ള എന്തോ ഒരു വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ, പ്രിയമുള്ളവരെ, നിറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഇൽമും ഹിക്മത്തും നിറച്ചു എന്നതിനെ സംബന്ധിച്ച് ഇമാം നബവി തങ്ങൾ പറയുന്നു, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ചില വിഷയങ്ങളിൽ നമ്മൾ നടത്താറുണ്ട്, ആലങ്കാരിക പ്രയോഗം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇമാം നബവി തങ്ങൾ പറയുന്നു, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, ഉൾക്കാഴ്ച,
അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഉൾക്കാടിച്ച ആത്മസംസ്കരണം, അതേപോലെ തന്നെ സത്യസാക്ഷാത്കാരം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആവാഹിക്കാൻ, അതേപോലെ തന്നെ നബി തങ്ങൾക്ക് ശരീരത്തിന്റെ ഇച്ഛകൾ, ദേഹത്തിന്റെ ഇച്ഛകൾ, എല്ലാ മനുഷ്യന്മാർക്കും ശാരീരികമായ ഇച്ഛകൾ ഉണ്ടാവും അല്ലെ? മനുഷ്യന്റെ ശരീരം പലതും കൊതിക്കും. ശരീരം കൊതിക്കുന്നത് മുഴുവനും നമ്മൾ തേടിപ്പിടിക്കാൻ ഒരുങ്ങിയാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? ശരീരം പലതും. ഇന്നത്തെ ചന്ദ്രിക പേപ്പറിൽ നിങ്ങളുടെ ലേഖനം വായിച്ചോ? പരീക്ഷ എഴുതിയ പിള്ളേരൊക്കെ ഒന്ന് വായിച്ചോട്ടോ, നല്ലതാണ്. പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ ആ ലേഖനം ഒന്ന് വായിച്ചോളൂ, നല്ല രസമുണ്ട്. ഞാനിന്ന് ഇരുന്ന് വായിച്ചു. ചന്ദ്രിക പത്രത്തിന്റെ വാരാന്ത്യ അല്ലെ, വാരാന്ത്യ എന്തിനു പറയല്, വാരാന്ത്യ ചന്ദ്രിക, വാരാന്ത്യ പതിപ്പ്. വാരാന്ത്യ പതിപ്പിൽ ഒരു ലേഖനുണ്ട്. ആ ലേഖനത്തിൽ ഒരു കുട്ടി പരീക്ഷ എഴുതി. അങ്ങനെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്, റിസൾട്ട് അറിയുന്ന ദിവസം രാവിലെ തന്നെ ഇവിടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പരതുകയാണ്. നമ്പർ അടിച്ചു നോക്കുമ്പോൾ നമ്പർ കാണുന്നില്ല. അപ്പൊ തന്നെ കാലൊക്കെ വറക്കാൻ തുടങ്ങി, കൈയൊക്കെ വറക്കാൻ തുടങ്ങി. പരീക്ഷ എഴുതിയോടൊക്കെ പറയുള്ളൂ എന്റെ കാര്യം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവൾക്കൊരു സംശയം, എന്റെ നമ്പർ തെറ്റിയൊന്നും. അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക്. അങ്ങനെ മുമ്പ് ചങ്ങായി പറഞ്ഞ്, പണ്ട് പേപ്പറിൽ നോക്കുന്ന പരിപാടിയല്ലോ. ഒരാൾ പറഞ്ഞ് മനോരമയെ കണ്ടില്ല, അപ്പൊ പറഞ്ഞ് മാതൃഭൂമിയിൽ ഉണ്ടാവും. അങ്ങനെ ദുഞ്ഞാവിലുള്ള പേപ്പറിലൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ നമ്പർ കാണുന്നില്ല. നമ്പർ കാണാത്തത് കൊണ്ട് ആകെ വിഷമിച്ചു. അങ്ങനെ അവിടെ ഉമ്മ വിളിച്ചു ചോദിക്കുന്നുണ്ട്, മോളെ എന്തായി? അത് ഇങ്ങനെ എല്ലാവരും റിസൾട്ട് നോക്കുന്നുണ്ട്, നെറ്റ് കിട്ടുന്നില്ല, ജാമായിക്കാണ്. ഇവിടെ ജാമായിക്കാണ്, ഇവിടെ റിസൾട്ട് ജാമായിക്കാണ്, അവിടെ നെറ്റ് ജാമായിക്കല്ല. അങ്ങനെ വിഷയം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ അതിങ്ങനെ ഒരു കഥ അവതരിപ്പിക്കട്ടോ. അങ്ങനെ എന്ത് ചെയ്തു? നമ്പർ കാണുന്നില്ല. അങ്ങനെ അവൾക്ക് ആകെ വ്യാകുലമായിട്ട് എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്നുള്ള നിലക്ക് ഇവള് റൂമിൽ കയറിയിട്ട് തൂങ്ങാൻ പോവാണ്. ഒരു കയറെടുത്തിട്ട് തൂങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലൊരു ചിന്ത, പടച്ചവനെ, ഞാനിപ്പോ തൂങ്ങിയാൽ എന്റെ പ്രിയപ്പെട്ടൊരു കൊച്ചനുജത്തിയുണ്ട്, അവൾക്ക് എന്നോട് വളരെ സ്നേഹമാണ്, അവളുടെ അവസ്ഥ എന്തായിരിക്കും? എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എന്റെ അധ്യാപകരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഏതായാലും തൂങ്ങണ്ടാന്ന് തീരുമാനിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പോ ഇവിടെ അച്ഛൻ എവിടെ പോയതാണ്. ഉച്ചക്ക് അച്ഛൻ കയറുന്നപ്പോ അച്ഛൻ വിളിക്കുന്നത്, എവിടെ മോളെ എവിടെ നിന്ന് പറഞ്ഞിട്ട്, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? സംഭവങ്ങൾ അപ്പൊ ഏതാണ്ട് അച്ഛനൊക്കെ അമ്മക്ക് മനസ്സിലായിട്ടുണ്ട്, മകള് തോറ്റുപോയിട്ടുണ്ട്. അങ്ങനെ മകളോട് ചോദിച്ചു, മകൾ എവിടെയായിരുന്നു? അങ്ങനെ ആ അച്ഛനും അമ്മയും കൂടി മകളെ സമാധാനിപ്പിക്കുകയാണ്. മകളെ, തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു അവസാനമായിട്ട് നമ്മൾ കണക്കാക്കരുത്. തോൽവി വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ചിലപ്പോൾ നമ്മൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, കുറച്ചൊക്കെ നമ്മൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ വല്ലാത്ത, ഇന്നലെ കണ്ട നിങ്ങൾ, ഇന്നത്തെ പത്രത്തിൽ കണ്ട നിങ്ങൾ, ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന ചെറുപ്പക്കാരനാണ്. പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചു. അവൻ തൂങ്ങി മരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അള്ളാഹുവിനെ പറ്റിയോ ഒരു വിശ്വാസത്തെ പറ്റിയുള്ള ഒരു ദാർഢ്യത ബോധമില്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞു, മോളെ സമാധാനമായിട്ട് നിൽക്കിയെന്ന് പറഞ്ഞു. ഏതായാലും അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ അവള് വീണ്ടും പരീക്ഷ എഴുതി ഒരു ഉന്നത ഡോക്ടറായിട്ട് മാറി. അങ്ങനെ പ്രിയമുള്ളവരെ, അപ്പോൾ നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ആ പരീക്ഷ സമയത്ത് ആ കുട്ടി തോറ്റുപോയതിന്റെ പേരിൽ അവിടെ ജീവൻ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിവിടുന്ന് പറഞ്ഞു വന്നത് അപ്പൊ ശരീരം, മനുഷ്യൻ പലതും ഇച്ഛിക്കും. ആ ഇച്ഛകൾക്കൊന്നും നമ്മൾ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ ശരീരത്തിന്റെ ഇച്ഛകൾ, പ്രിയമുള്ളവരെ, ശരീരത്തിന്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും, ആ ശരീരത്തിന്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെഞ്ചി പിളർന്നുകൊണ്ട് മാലാഖമാര് വന്നുകൊണ്ട് നബി തങ്ങളുടെ നെഞ്ചകം കഴുകുകയാണ്. അങ്ങനെ സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ച് കഴുകിയിട്ട്, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അതാ എനിക്ക് ബുറാഖ് എന്ന് പറയുന്നൊരു വാഹനത്തെ കൊണ്ടുവരികയാണ്. ഒരു കുതിരയെ കൊണ്ടുവന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ പറയുന്നു അതിന്റെ പേര് ബുറാഖാണെന്ന്. എന്താണ് ആ ബുറാഖിന്റെ പ്രത്യേകത? എന്താണ്? നമ്മൾ പലപ്പോഴും ചിലർക്കൊക്കെ സംശയമാണ്, എന്താണ് ബുറാഖി എന്ന് പറയുന്ന സാധനം? അതൊരു മൃഗാണോ
അതൊരു വാഹനമാണോ? നമ്മൾ വാഹനം എന്ന് സാധാരണ ഉച്ചരിക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊരു മൃഗമാണ്. കോവർ കഴുതയുടെയും മധ്യനിലയുള്ള, കോവർ കഴുതയുടെ അത്ര ചെറുതുമല്ല, കഴുതയുടെ അത്ര വലുതുമല്ല, അതിന്റെ രണ്ടിന്റെയും മധ്യ നിൽക്കുന്ന ഒരു മൃഗമാണ് ബുറാഖ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ പേര് ബർക്ക് എന്നാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നൽ പിണർ എന്നാണ് അർത്ഥം. നമുക്കറിയാലോ, മിന്നലിന്റെ വേഗതയിലാണ് ഈ ബുറാഖിന്റെ സഞ്ചാരം. ഈ ബുറാഖിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അതിന്റെ കണ്ണെവിടെയാണോ പതിക്കുന്നത്, അതിന്റെ ദൃഷ്ടി എവിടെയാണോ പതിക്കുന്നത്, അവിടെയാണ് അതിന്റെ കാല് ചെന്ന് പതിക്കുന്നത്. ഇവിടുന്ന് അതിന്റെ കാല് വെച്ച ഭാഗത്ത് നിന്ന് അതിന്റെ കണ്ണെവിടെ പതിക്കുന്നുവോ അവിടെ ചെന്നിട്ടാണ് അടുത്ത കാല് പതിക്കുന്നത്. പിന്നെ എവിടെയാണോ കണ്ണ് ചെന്നെത്തുന്നത് അവിടെയാണ് അതിന്റെ കാല് ചെന്ന്. അത്രക്ക് വളരെ ഹൈ സ്പീഡുള്ളൊരു വാഹനമാണ് ബുറാഖ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് യാത്ര പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് യാത്ര പോയിട്ട് ചില ഹദീസുകളിൽ കാണാം നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയെന്ന്. ചില ഹദീസിൽ കാണാൻ നബി തങ്ങൾ മക്കയിൽ നിന്ന് പോയി ബൈത്തുൽ മുഖദ്ദസിലെത്തിയെന്ന്. എന്നാൽ ചില ഹദീസുകളിൽ ഈ നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് കണ്ട ചില കാഴ്ചകളുണ്ട്. ആ ചില കാഴ്ചകളെ പറ്റി ഹദീസുകളിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നബിതങ്ങൾ അതാ ഒരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ നബിതങ്ങൾ നടന്നു പോവുകയാണ്. ആ വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയോ? അവര് കൃഷി ചെയ്യുകയാണ്. അന്ന് തന്നെ അവര് ആ കൃഷി ചെയ്തതായ കൃഷിയെ അവര് അന്ന് തന്നെ കൊയ്തെടുക്കുന്നു. അവര് കൃഷി ചെയ്തു, ആ കൃഷി മുളച്ചു വന്നു, അന്ന് തന്നെ ആ കൃഷി അവര് കൊയ്തെടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് കണ്ടൊരു അത്ഭുതമായ ഒരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ നബി തങ്ങൾ നടന്നു പോയപ്പോ ആ വിഭാഗം ആളുകൾ കൃഷി ചെയ്യുകയാണ്. അവര് കൃഷി ചെയ്തുകൊണ്ട് ആ കൃഷി അന്ന് തന്നെ മുളച്ചു വരുന്നു. ആ കൃഷി അതാ അവര് മുളച്ചു വന്നതിന് ശേഷം അവരതാ അന്ന് തന്നെ കൃഷി കൊയ്തെടുക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ കൂട്ടാളിയായ ജിബ്രീലിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ഈ വിഭാഗം? ആരാണ് ജിബ്രീലെ ഈ ആളുകൾ? കൃഷി ചെയ്യുന്നു, അപ്പൊ തന്നെ കൃഷി മുളക്കുന്നു, ആ സമയത്ത് തന്നെ കൃഷി കൊയ്തെടുക്കുന്നു. ആരാണ് ജിബ്രീലെ ഈ വിഭാഗം ആളുകൾ? മഹാനായ ജിബ്രീൽ അലൈഹി